ഇന്ന് എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമേറെ സ്വാഗതം. ഇന്ന് ഈ വ്ളോഗിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാനഡയിലേക്ക് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നതിന് ഉള്ള ഈസി സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പം വളരെ പോപ്പുലറായിട്ട് കനേഡിയൻ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തതാണ് കനേഡിയൻ എക്കണോമിക് ഇമിഗ്രേഷൻ. കനേഡിയൻ എക്കണോമിക് ഇമിഗ്രേഷനിൽ കുറേ കാറ്റഗറീസ് വരുന്നുണ്ട്. അതിൽ ഒരു 3 കാറ്റഗറീസ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാണ് ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം, സെക്കൻഡ് ഫെഡറൽ സ്കിൽ ട്രേഡ് പ്രോഗ്രാം, തേർഡ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്. ഈ ഫസ്റ്റ് പ്രോഗ്രാമാണ് ഇപ്പം നമ്മൾ വെളിയിൽ നിന്ന് വരികയാണെങ്കിൽ ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം കൂടിയാണ് ആൾക്കാർ മാക്സിമം അപ്ലൈ ചെയ്യുക, കാരണം അതാണ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് വേസ്. പിന്നെ ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം കൂടെ സ്പെസിഫിക് ട്രേഡ്സ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ആസ് എൻ ജോബ് കാറ്റഗറി സ്പെസിഫിക് ആയ കുറച്ച് ട്രേഡ്സ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് വരുന്നവർക്ക് ഫെഡറൽ ട്രേഡ് പ്രോഗ്രാം ആവും ഈസി. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി കാനഡയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആയവർക്ക് ഉള്ള കാറ്റഗറിയാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്. എന്നിരുന്നാലും നമ്മളെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും യൂസ് ആവുക ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം അല്ലെങ്കിൽ FSWP എന്നുള്ള പ്രോഗ്രാം ആവും. അപ്പോൾ അതിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ഐഡിയാസ് ഞാൻ ഈ വ്ളോഗിലൂടെ ഷെയർ ചെയ്യാം. അപ്പം ഫസ്റ്റ് ഒരു എലിജിബിലിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ ആ എലിജിബിലിറ്റി നമ്മൾ പാസ്സാവുകയാണെങ്കിൽ, ആസ് എൻ ആ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതാണ് പ്രൊഫൈൽ, എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തതിൻ്റെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലിജിബിലിറ്റി ചെക്കാണ്. അപ്പം ഔട്ട് ഓഫ് 100 67 പോയിന്റ്സ് മിനിമം നമുക്ക് കിട്ടണം, എന്നാലേ ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഏജ്, പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, പിന്നെ വാലിഡ് ജോബ് ഓഫർ ഉണ്ടോ എന്ന് അവർ നോക്കും. വാലിഡ് ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജോബ് ഓഫർ അല്ല, ഇവിടെ LMIA എന്ന് പറഞ്ഞു, ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പം ഇവിടുന്ന് എംപ്ലോയർ സ്പോൺസർ ചെയ്ത് വരികയാണെങ്കിൽ ആ കാറ്റഗറിയാണ് LMIA. പിന്നെ അഡാപ്റ്റബിലിറ്റി നോക്കും. ആസ് എൻ നാട്ടിലെ വർക്ക് എക്സ്പീരിയൻസ് ഇവിടെ എത്ര പെർസെൻറ്റേജ് വാലിഡ് ആണ്, അപ്പോൾ അല്ലെങ്കിൽ ആ കാറ്റഗറി കനേഡിയൻ ഗവൺമെൻറ് സ്പെസിഫിക് കാറ്റഗറീസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആൾക്കാരെയാവും അവർക്ക് കൂടുതൽ താല്പര്യം. പിന്നെ ലാംഗ്വേജ് ടെസ്റ്റ് നോക്കുമ്പോൾ ഇംഗ്ലീഷ്, ഫ്രഞ്ച് രണ്ട് എബിലിറ്റിയിലും നോളജുള്ള ആൾക്കാർക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രമാണെങ്കിൽ IELTS ജനറൽ എഴുതിയാൽ മതി. അപ്പം അതിൽ CLB 7 അല്ലെങ്കിൽ IELTS ആണെങ്കിൽ മിനിമം 6 എല്ലാ ബാൻഡിലും കിട്ടണം. ഓക്കെ, ഇപ്പോൾ ഇതിന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഏജിൻ്റെ ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഏജ് ഒരു 30 അല്ലെങ്കിൽ 30 ബിലോ ആണെങ്കിൽ മാക്സിമം പോയിന്റ്സ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യും. 30 എബവ് ഉള്ള ഓരോ ഇയറിനും -5 പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ എലിജിബിലിറ്റിന്ന് കുറയ്ക്കും. ആസ് എൻ ഇപ്പം ഫുൾ മാക്സിമം ആണെങ്കിൽ 100 പോയിന്റ്സ്, അങ്ങനെ 31 അവർ ആണെങ്കിൽ 100 - 5 ദാറ്റ് ഇസ് 95, അങ്ങനെ 2 ഇയേഴ്സ് ആവാൻ 90. അതാണ് ഏജിൻ്റെ ഫാക്ടർ. പിന്നെ സെക്കൻഡ് ഉള്ളത് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ നമ്മളെ നാട്ടിൽ ഉള്ള എഡ്യൂക്കേഷൻ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ബോഡി ഉണ്ട്. കുറേ ബോഡീസ് ഉണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ WES എന്ന് പറഞ്ഞിട്ടാണ്, വേൾഡ് എഡ്യൂക്കേഷൻ സർവീസസ്. നമ്മളെ കോളേജിൽ നിന്ന് ട്രാൻസ്ക്രിപ്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഗവേണിംഗ് ബോഡിക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവരത് കനേഡിയൻ ഇക്വലൻ്റ് ആയ പോയിന്റ്സ് ആക്കിയിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് നമ്മളെ ഇമെയിലിലേക്കും സെൻഡ് ചെയ്യും, ഹാർഡ് കോപ്പി ആയിട്ട് നമുക്ക് അയക്കും. അപ്പോൾ ഈ പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലാണ്ട് ഡയറക്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ ഗവേണിംഗ് ബോഡി ത്രൂ പോയിട്ട് അവരെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിലെന്താണ്, നമ്മൾ എഞ്ചിനീയറിംഗ് നാട്ടിൽ ചെയ്തിട്ട് ഇവിടെ അതിന് എത്ര ഇയർ ഓഫ് ഇക്വലൻസി ഉണ്ട് എന്നും കൂടി അവർ നോക്കും. എഞ്ചിനീയറിംഗ് സാധാരണ പ്രശ്നം അങ്ങനെ കണ്ടുവരാറില്ല. ഈ MBA നമ്മൾ ചെയ്യുമ്പോൾ ചില MBAs 2 ഇയേഴ്സ് MBA നമ്മൾ നാട്ടിൽ ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ അത് നമ്മൾ കനേഡിയൻ ഇക്വലൻസിയിൽ വെസ്സിലേക്ക് നമ്മൾ അയക്കുമ്പോൾ അത് 1 ഇയർ ആയിട്ട് കുറയ്ക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഫാക്ടേഴ്സ് കുറേ ചെക്ക് ചെയ്യണം. പിന്നെയുള്ള വർക്ക് എക്സ്പീരിയൻസ് കാറ്റഗറി
ഇവരെ നോക്ക് കോഡ്സ് ഉണ്ട്. നോക്ക് കോഡ് എന്ന് പറയുമ്പോൾ നാഷണൽ ഒക്യുപ്പേഷണൽ ക്ലാസിഫിക്കേഷൻ കാനഡയുണ്ട്. അതിൽ പറയുന്ന നോക്ക് കോഡ്സിൽ NOC0, NOC-A ഓർ NOC-B, ഇതിൽ 3 വരുന്ന കാറ്റഗറി ആൾക്കാർക്ക് മാത്രമേ കനേഡിയൻ എക്കണോമിക് ഇമിഗ്രേഷനിൽ കൂടി ആസ് എ സ്പെസിഫിക് ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം ഇമിഗ്രേഷനിൽ കൂടി മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1 year ഓഫ് കണ്ടിന്യൂസ് ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആണ് കനേഡിയൻ ഗവൺമെൻറ് ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം ത്രൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്നത്. 1 year ഓഫ് കണ്ടിന്യൂസ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വീക്ക്ലി മിനിമം 30 hours വർക്ക് ചെയ്തിരിക്കണം. അങ്ങനെ 30 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇയർലി 1560 hours ആവും വേണം 1 year ഓഫ് കണ്ടിന്യൂസ് ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞാകുമ്പോൾ സെയിം എംപ്ലോയർ ത്രൂ ആയിരിക്കണം. ഇപ്പോൾ 6 months ഒരു എംപ്ലോയറായിട്ട് വർക്ക് ചെയ്തിട്ട് സെക്കൻഡ് വേറെ എംപ്ലോയർ വർക്ക് ചെയ്താൽ ആ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിന് മാത്രമേ കാറ്റഗറിക്ക് മാത്രമേ അങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫെഡറൽ സ്കിൽ വർക്കർ ആണെങ്കിൽ പ്രോഗ്രാം ആണെങ്കിൽ കണ്ടിന്യൂസ് 1 year ഓഫ് കണ്ടിന്യൂസ് ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് അത് മൾട്ടിപ്പിൾ വേസിൽ കൂടി നമുക്ക് അച്ചീവ് ചെയ്യാം. ഒന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയറായിട്ട് മിനിമം 30 hours per week വർക്ക് ചെയ്യുക 1 year കണ്ടിന്യൂസ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 ജോബ് ഉണ്ട് തന്നെ, സപ്പോസ് ഒരു ഫുൾ ടൈം ഒരു പാർട്ട് ടൈം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 year ഓഫ് ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ 1560 hours മാത്രമേ അവർ 1 year കൗണ്ട് ചെയ്യുള്ളൂ. പിന്നെ സ്റ്റുഡൻറ്റ് ആകുമ്പോഴുള്ള വർക്ക് എക്സ്പീരിയൻസ് ഈ കാറ്റഗറിക്ക് അവർ കൗണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഇതേപോലെ ഈ 30 hours per week ആ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഈ വർക്ക് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ. പിന്നെ എൻ്റെ ഈ വ്ളോഗിൻ്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ ഈ CRS എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്, കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കനേഡിയൻ ഗവൺമെൻറ് ഒരു ടൂളാണ്. ആ ടൂൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സ്കോർ ആണ് കിട്ടുന്ന സ്കോർ നമ്മൾ എക്സ്പ്രസ് എൻട്രി പൂൾ എന്ന് പറയും. അപ്പോൾ ആ പൂളിലേക്ക് നമ്മൾ ലോട്ട് ഇടുന്ന മാതിരിയാണ്. അപ്പോൾ നമ്മളെ പോയിന്റ് അതിലേക്ക് എൻറ്റർ ചെയ്തിട്ട് ആ എവറി 2 weeks കനേഡിയൻ ഗവൺമെൻറ് ഈ ഡ്രോ നടത്തും. അപ്പം സ്പെസിഫിക് കാറ്റഗറീസ് ചിലപ്പോൾ നടത്താറുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഓൾ പ്രോഗ്രാം ഡ്രോയിലാണ് സാധാരണ കണ്ടുവരാറ് ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം കാറ്റഗറി. ആ കാറ്റഗറിയിൽ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആസ് ഇൻ ഇപ്പോൾ എനിക്ക് ഒരു കട്ട് ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 450 ആയി വിചാരിക്കാം. ഇപ്പോൾ ആ ഡ്രോയിൻ്റെ പോയിന്റ്സ് 450 ആൻഡ് എബവ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ITA എന്ന് പറയും. ITA നമുക്ക് കനേഡിയൻ ഗവൺമെൻറ് അലോട്ട് ചെയ്യും ആസ് എൻ ഇൻവിറ്റേഷൻ ടു അപ്ലൈ എന്നാണ് അതിൻ്റെ ആബ്രിവേഷൻ. അപ്പം ഇൻവിറ്റേഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഫുൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക കനേഡിയൻ ഗവൺമെൻറ് സൈറ്റിലേക്ക്. അപ്പം ഈ ITA കുറിച്ചൊരു ബ്രീഫായിട്ട് ഞാൻ പറയാം. പിന്നെ വീഡിയോൻ്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ ഈ എങ്ങനെയാണ് CRS ടൂൾ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാൽക്കുലേഷൻ കാണിച്ചു തരാം. അപ്പോൾ സ്കിപ്പ് ചെയ്താൽ അങ്ങനെ മിസ്സാവും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കഴിയുന്നതും കാണാൻ ശ്രമിക്കുക. ഈ ITA കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊഫൈൽ ഫസ്റ്റ് നമ്മൾ കനേഡിയൻ സൈറ്റിൽ പോയിട്ടുണ്ടാക്കണം. CAC.ca പോയാൽ CAC ലോഗിൻ അടിച്ചാൽ അവർ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്താൽ ഇതേപോലെ നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കാം. ഈ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത ഒരു വ്ളോഗ് ചെയ്യുന്നതാവും. ഈസി അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു വ്ളോഗിൽ ചെയ്താൽ ഭയങ്കര ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ ആവും. അപ്പോൾ ഈ വ്ളോഗിൽ ഞാനൊരു ബ്രീഫായിട്ടൊരു ഐഡിയ തരാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഇനീഷ്യലി ITA നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇമിഗ്രേഷൻ മെഡിക്കൽസിൻ്റെ ഭാഗമായിട്ട് കനേഡിയൻ ഗവൺമെൻറ് ബേസ് ചെയ്ത ഹോസ്പിറ്റൽ നാട്ടിലുണ്ട്, അവർ സർട്ടിഫൈഡുള്ള ഡോക്ടേഴ്സ്. അപ്പം കനേഡിയൻ ഗവൺമെൻറ് സൈറ്റ് പോയാൽ അതിൽ അവർ സ്പെസിഫിക് ആയിട്ട് ബാംഗ്ലൂരുണ്ട്, നാട്ടിൽ ട്രിവാൻഡ്രത്തുണ്ട്, അങ്ങനെ സ്പെസിഫിക് ഹോസ്പിറ്റൽസിൽ മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് വൺ ഓഫ് ദ ക്രൈറ്റീരിയ. മെഡിക്കൽസ് നമ്മൾ എടുക്കണം. പിന്നെ അവർ ചെക്ക് ചെയ്യുക IELTSൻ്റെ സ്കോറ്. ഇപ്പം കപ്പിളായിട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 IELTS ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം നമ്മളെ സ്കോറ് മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ വിദ്യ നമ്മൾ എടുക്കണം. അതിനാണ് ഈ 2 IELTS ചെയ്താൽ അതിന് 2 സ്കോർ നമുക്ക് കൂടും. പിന്നെ എന്ന് ഒരു അക്കാഡമിക്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അക്കാഡമിക് നമ്മൾ വെസ്സിലേക്ക് സെൻഡ് ചെയ്താൽ അവർ
അപ്പോൾ കപ്പിൾസ് ആണെങ്കിൽ 2 ആൾക്കാരും ട്രാൻസ്ക്രിപ്റ്റ് എല്ലാം സെൻഡ് ചെയ്യുക. അപ്പോൾ അവിടുന്ന് അവർ വാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചയക്കുന്നതാണ് എല്ലാം. പിന്നെ പ്രൂഫ് ഓഫ് ഫണ്ട്സ് കനേഡിയൻ ഗവൺമെൻറ് ചോദിക്കും. പ്രൂഫ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സെറ്റിൽ ആവുന്നതിന് നമ്മൾ അതിൽ ഓൾറെഡി ഫണ്ട് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൂഫ്. അപ്പം അത് ഒരു സിംഗിളായിട്ട് ആളായിട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് ആണ്, കപ്പിളായിട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് ആണ്. അങ്ങനെ ആൾ കൂടും തോറും ആ ഒരു എമൗണ്ട് കൂടും. അത് പക്ഷെ നമ്മളെ കയ്യിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം. അത് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അവർക്കൊരു ബോധ്യം ഉണ്ടാവണം നമ്മളെ കയ്യിൽ ഓൾറെഡി എമൗണ്ട് ഉണ്ട്. അത് എന്തോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയോ. ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ എനിക്ക് തോന്നുന്നു ഒരു 6 months ബാങ്കിലുള്ള മാതിരി നമ്മൾ കാണിക്കേണ്ടി വരും എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അങ്ങനെ സ്പെസിഫിക് എമൗണ്ട്സ് എത്ര സെറ്റിൽമെൻറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് കനേഡിയൻ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ സൈറ്റിൽ പോയി നോക്കിയാൽ പ്രൂഫ് ഓഫ് ഫണ്ട്സിൻ്റെ അണ്ടറിൽ നമുക്ക് സെറ്റിൽമെൻറ്റ് ഫണ്ട്സ് കാണാം. അപ്പം ഈ കാറ്റഗറീസ് ഒക്കെയാണ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് ഇൻവിറ്റേഷൻ ടു അപ്ലൈ ITA നമുക്ക് സെൻഡ് ചെയ്യുന്നത്. ITA നമ്മൾ സെൻഡ് ചെയ്ത് നമുക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഫുൾ ഫില്ല് ചെയ്യാം. അപ്പം അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഫുൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഫുൾ ആപ്ലിക്കേഷൻ അപ്പോഴാണ് ഇടുന്നത്. അതിനാണ് EAPR എന്ന് പറയും. ഇലക്ട്രോണിക് ആപ്ലിക്കേഷനാണ് EAPR എന്ന് പറയുന്നത്. കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ വേറൊരു വ്ളോഗിൽ ഞാൻ ഈ ടേംസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം, കാരണം അത് കുറച്ചും കൂടി ഈസി ആവും. അല്ലെങ്കിൽ പെട്ടെന്നൊരു ITA EAPR എന്ന് AOR, അങ്ങനെ AOR നമ്മൾ അക്നോളജ്മെൻറ്റ് ഓഫ് റിസിപ്റ്റ്, നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അക്നോളജ് ചെയ്തിട്ട് ഒരു റിസിപ്റ്റ് നമ്മളെ പ്രൊഫൈലിലേക്ക് അയക്കും. അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. അപ്പം ഈ ഗ്ലോസറി നമ്മൾ കുറച്ച് ഒരു ഐഡിയ ഉണ്ടായാൽ മനസ്സിലാവുന്നതിനൊക്കെ കുറച്ച് ഈസി ആയി. അപ്പോൾ CRS പോയിന്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ ബ്രീഫായിട്ട് ഈ വീഡിയോയിൽ ഇപ്പം കാണിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്താൽ നിങ്ങളെ പോയിന്റ്സ് എത്രയാണ് വരുന്നത് അറിയാം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കട്ട് ഓഫ് സ്കോറും എത്രയാണ് ഞാൻ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഇപ്പം സപ്പോസ് 450 കട്ട് ഓഫ് സ്കോർ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എത്രയാണ് ഡ്രോ നടക്കുന്നത്, അതിനുള്ള ബ്രീഫായിട്ടൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലുള്ള നമ്മൾ കാണുന്നതാണ് CIC.ca. അപ്പോൾ ഇതാണ് കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം ടൂൾ. നമ്മൾ ഗൂഗിളിൽ സിമ്പിളായിട്ട് CRS കാൽക്കുലേറ്റർ എന്നോ ഒക്കെ അടിച്ചു നോക്കിയാൽ ഈ വെബ്സൈറ്റ് വരും. ഈ വെബ്സൈറ്റിൽ ഇതിൽ ക്രൈറ്റീരിയാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് നമ്മൾ മാരിറ്റൽ സ്റ്റാറ്റസ് അവർ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കപ്പിളിൻ്റെ ചെയ്യാം, കാരണം സിംഗിളിൻ്റെ ചെയ്താൽ ഓൾറെഡി സിംഗിളായിട്ടുള്ള ആൾക്കാരെ ആ ക്രൈറ്റീരിയാസേ വരുള്ളൂ. അപ്പോൾ കപ്പിളിൻ്റെ ചെയ്താൽ എന്തായാലും രണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ആവുമല്ലോ. ഇപ്പം നമ്മൾ മാരീഡ് കൊടുത്താൽ സിറ്റിസൺ ഓഫ് പെർമനൻറ്റ് ഓഫ് കാനഡ ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ യെസ് ഓർ നോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഓൾവേസ് നോ ആവും. അല്ലെങ്കിൽ സ്പൗസ് ഇവിടെ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും മോസ്റ്റ്ലി നോ ആവും. അപ്പം നോ. സ്പൗസ് whether she comes to Canada. Yeah, true. Yes. അത് നിങ്ങളെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. പിന്നെ ഏജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏജ് നമുക്ക് പറഞ്ഞ മാതിരി 30 കൊടുക്കാം. ഞാൻ പറഞ്ഞ മാതിരി 30ൻ്റെ എബവ് ഏജ് ആകുമ്പോൾ ഓരോ ഇയറിനും 5 points വെച്ച് റെഡ്യൂസ് ആവും. ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഏതാണോ ലെവൽ ആ ലെവലിൽ. ഇത് WS നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെസ് സർട്ടിഫൈ ചെയ്തിട്ട് വന്ന് എത്രയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. മാസ്റ്റേഴ്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിഗ്രി ഒരു MBA അങ്ങനെ 2 ഡിഗ്രി ആയിട്ടുള്ളവർക്ക് 2 or more സർട്ടിഫിക്കറ്റ്സ് ഡിപ്ലോമ ഡിഗ്രീസ് ഉള്ള ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം അവർ ചോദിക്കുന്നുണ്ട് കനേഡിയൻ ഡിഗ്രി ഏൺ ചെയ്ത ആളാണോ എന്ന്. അപ്പോൾ യെസ് ആണ് യെസ്, നോ ആണ് നോ. ഇപ്പം ജനറലി നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓൾവേസ് മൈറ്റ് ബി നോ. ഓക്കെ. നമ്മൾ ലാംഗ്വേജ് റിസൾട്ട്സ് ആണ് ചോദിക്കുന്നത്. അപ്പം മോസ്റ്റ്ലി 2 years ഓൾഡ് ആവണം. ഇപ്പോൾ 2016 ചെയ്തതാണെങ്കിൽ 2014 ചെയ്തതായിരിക്കണം. അപ്പോൾ ആ 2 years വാലിഡിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യെസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഏത് ടെസ്റ്റാണ് എടുത്തത് ചോദിക്കും. അപ്പോൾ ഈ ടെസ്റ്റ് എല്ലാം ഇവരെ വാലിഡ് ആണ്. അപ്പോൾ മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്നത് IELTS ആവും. അപ്പോൾ IELTSൽ സ്കോർ ചോദിക്കും.
നമുക്കൊരു എല്ലാത്തിനും ഒരു 7.5 ആവറേജ് വെച്ച് കൊടുക്കാം. 7.5 7.5 7.5 മിനിമം 6 വേണം, എന്നാലേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിന് എലിജിബിൾ ആവുള്ളൂ. വേറെ ഫ്രഞ്ച് റിസൾട്ട്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. TF TCF ഒന്നുമില്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ. പിന്നെ അവർ ചോദിക്കുന്ന വർക്ക് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം ഫസ്റ്റ് അവർ ചോദിക്കുന്നത് കാനഡയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം മോസ്റ്റ്ലി നാട്ടിൽ നിന്ന് വരുന്ന ആൾക്ക് ഉണ്ടാവില്ല, അപ്പം നോ കൊടുക്കുക. പിന്നെ അവർ ചോദിക്കുന്നത് ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് എത്ര ഉണ്ടെന്ന്. അപ്പം അതനുസരിച്ച് 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3 ഇയേഴ്സ് ആൻഡ് അബവ് ഈക്വൽ പോയിന്റ്സ് ആവും. 3 ഇയേഴ്സ് ആകുമ്പോൾ ആ സ്കോർ മാക്സ് ഔട്ട് ആവുന്നതാവും. അപ്പോൾ 3 ഇയേഴ്സ് നമുക്ക് കൊടുത്തു നോക്കാം. ഇപ്പം ക്വാളിഫിക്കേഷൻ ഫ്രം കനേഡിയൻ പ്രോവിൻസ്, ടെറിട്ടറി ഓഫ് ഫോറിൻ ഫെഡറൽ ബോഡി. സോ അവർ ചോദിക്കുന്നത് ആ സെലക്റ്റഡ് ജോബ് കാറ്റഗറിയിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടോ ആവും. മോസ്റ്റ്ലി നാട്ടിൽ നിന്ന് വരാൻ നമുക്ക് നോ ആവും. പിന്നെ അഡീഷണൽ പോയിന്റ്സിനുള്ള ഇത് ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ LMIA അത് ഇവിടെയുള്ള എംപ്ലോയർ തരുന്നതാണ്. അപ്പം അതിൽ NOC 0AB അങ്ങനെ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. പലരും ഇത് നമുക്ക് നാട്ടിൽ ജോബ് ഓഫർ ഉണ്ടോ അതാണ് ചോദിക്കുന്ന ഡൗട്ട് ഉണ്ടാവും, പക്ഷെ അതല്ല. അപ്പോൾ ഇവിടുത്തെ ജോബിൻ്റെ LMIA ഇല്ലെങ്കിൽ ഓൾവേസ് നോ. പിന്നെ ഇത് പ്രോവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിനെ ബേസ് ചെയ്ത് ചോദിക്കുന്നതാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ PNP ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ സ്പൗസ് ഫാക്ടേഴ്സ് ആണ് അവർ ചോദിക്കുന്നത്. സ്പൗസിനോ നിങ്ങൾക്കോ ഇവിടെ കാനഡയിൽ ഒരു ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 15 പോയിന്റ്സ് കിട്ടും. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയ ആണ് അവർ പറയുന്നത്. ബൈ ബ്ലഡ് ആയിരിക്കണം, അഡോപ്ഷൻ അല്ലെങ്കിൽ മാരേജ്, സ്റ്റെപ്പ് ബ്രദർ ഓർ സ്റ്റെപ്പ് സിസ്റ്റർ. അപ്പം ഒന്നില്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുന്നു. പിന്നെ അവർ ചോദിക്കുന്നത് എഡ്യൂക്കേഷൻ ലെവൽ, അല്ലെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ECAൻ്റെ സ്പൗസിൻ്റെ. ഇപ്പോൾ സ്പൗസിന് ഇപ്പം ബാച്ചിലേഴ്സ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് കൊടുക്കാം, മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് കൊടുക്കാം. മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ MBA ഉള്ള സ്പൗസ് ആണെങ്കിൽ അത് വെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് മാസ്റ്റേഴ്സ് ആണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ 2 or more സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിൽ 2 or more, ബാച്ചിലേഴ്സ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് കൊടുത്ത് നോക്കാം നമുക്ക്. പിന്നെ സ്പൗസിന് 10 ഇയേഴ്സിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നാട്ടിലെ എക്സ്പീരിയൻസ് ഇതിൽ വരുമ്പോൾ കൗണ്ട് ചെയ്യില്ല. സ്പൗസിൻ്റെ പ്രിൻസിപ്പൽ അപ്ലിക്കൻറ്റിന് മാത്രമേ, മെയിൻ അപ്ലിക്കൻറ്റിന് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. അതപ്പം നോ കൊടുക്കുന്നതായിരിക്കും നന്നാവുക. നമ്മൾ യെസ് കൊടുത്തിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നാട്ടിലെ എക്സ്പീരിയൻസിന് സ്പൗസിന് പോയിന്റ്സ് കിട്ടില്ല, അപ്പം നോ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ സ്പൗസിൻ്റെ IELTS ഇതേമാതിരി നമുക്ക് 7.5 ഇട്ട് നോക്കാം എത്ര സ്കോർ വരുന്നത്. ഇട്ടാൽ എന്നിട്ട് ടോട്ടൽ കാൽക്കുലേറ്റ് സ്കോർ കൊടുത്ത് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു ബ്രീഫല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസൾട്ട്സ് അവർ കാണിക്കും. ഓരോ എഡ്യൂക്കേഷൻ ലെവൽസ്, ഏജ്, അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും അവർ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നോക്കാം, 405 ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഇപ്പൊ കട്ട് ഓഫ് സ്കോർ നമ്മൾ കാണാനുണ്ടായി 404 ആണ് വന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് കട്ട് ഓഫ് പോയിക്കൊണ്ടിരിക്കുന്നത് 469 എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ കട്ട് ഓഫ് എവറി 2 weeks അവർ ഡ്രോ നടത്തുന്നതനുസരിച്ച് കട്ട് ഓഫ് കൂടാനും ചാൻസ് ഉണ്ട്, കുറയാനും ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മിനിമം ക്രൈറ്റീരിയസ് ഇട്ടിട്ടാണ് 404 എന്നുള്ള കട്ട് ഓഫ് വന്നത്. അത് അതിൻ്റെ മാസ്റ്റേഴ്സും IELTS പോയിന്റ്സ് കൂടുന്നതനുസരിച്ച് സ്കോർ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഇതിലുള്ള മേജർ ഫാക്ടർ IELTS തന്നെയാണ്. IELTSൽ ഒരു 0.5 ഡിഫറൻസും 5 to 10 പോയിന്റ്സിൻ്റെ ഡിഫറൻസ് കിട്ടും. അപ്പം IELTS സ്കോർ നിങ്ങൾ മാക്സിമം മാക്സ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാക്സ് ഔട്ട് ആസ് ഇൻ നമ്മൾ മാക്സിമം പോയിന്റ്സ് അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു കട്ട് ഓഫ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേമാതിരി ഈ ഒരു പോയിന്റ്സ് എവറി 2 weeks ഡ്രോ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ 5000 ITS വെച്ചിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നേ എല്ലാം 3500 അവർ ഡ്രോയിൽ കൊടുത്തിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ആ ഒരു ഇമിഗ്രേഷൻ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 5000 ITS ആണ് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ സ്കോർ നോക്കുക. സ്കോർ ഇപ്പോൾ 469 460 എപ്പോൾ ആ രീതിയിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാനഡയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. എൻ്റെ ഈ വ്ളോഗ്
എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിൽ സന്തോഷം. താങ്ക് യു.